الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമേ എന്ന് ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതവും അന്യോന്യവുമായ ഒരാദർശമാണ്. അതിൻ്റെ അടിത്തറയാണ് തൗഹീദ് എന്നുള്ളത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധന. 3 തലങ്ങളാണ് അതിലുള്ളത്. ഉലൂഹിയത്തും റുബൂബിയത്തും അസ്മാ വ സിഫാത്തും സമന്വയിച്ച 3 ഭാഗങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു ചെയ്യുന്നത് പോലെ, അള്ളാഹു അറിയുന്നത് പോലെ, അള്ളാഹു കാണുന്നത് പോലെ തുടങ്ങിയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് സാധ്യമാകുമെന്നൊരു വിശ്വാസത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തൗഹീദ് നഷ്ടപ്പെട്ടു പോയി ശിർക്കിൽ ആപതിച്ചു പോകും. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ കൈമാറിയ കളങ്കമില്ലാത്ത ആദർശം വളരെ കൃത്യമായി അനുധാവനം ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയിലെ
38-ാമത്തെ ആയത്തിലൂടെ മാനവരാശിയുടെ ആദ്യ സൃഷ്ടിപ്പായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും ഹവ്വാവ് ബീവിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിർദ്ദേശം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى എന്നിൽ നിന്ന് ഒരു മാർഗനിർദ്ദേശം വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, വൈയക്തികമായ മേഖലകളിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ വളരെ കൃത്യവും വ്യക്തവുമായ നിർദ്ദേശത്തിനാണ് ഹുദ എന്ന് പറയുക. അതെത്തിക്കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചാൽ ഫമൻ തബിഅ ഹുദായ, അതാരാണോ സ്വീകരിച്ചത് ആ വ്യക്തിക്ക് 2 ഗുണങ്ങളാണ് അല്ലാഹ് പറഞ്ഞത്. ഒന്ന്, വലാ ഖൗഫുൻ അലൈഹിം, അയാൾ ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂന, വ്യസനിക്കേണ്ടി വരികയും ഇല്ല. അപ്പൊ സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടാനുഷ്ഠാനം തിരഞ്ഞെടുക്കാവുന്നതാണെങ്കിൽ പോലും ഇത് ഏത് കാലത്തും ഏതു ദേശത്തുമുള്ള വ്യക്തിക്ക് ബാധകമായ ഒരു കാര്യമാണ്. രഹസ്യ പരസ്യ ജീവിതത്തിന്റെ സുതാര്യത മാതൃകാപരമായ രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ ആവണം എങ്കിൽ അള്ളാഹു വെച്ച ആ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകുകയുള്ളൂ. അതിനെ കാറ്റിൽ പറത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ്, ഫെമിനിസത്തിന്റെ പേര് പറഞ്ഞ്, മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഇല്ലായ്മ ചെയ്ത് കാലിക പ്രസക്തമായ മേഖലകളിലേക്ക് കടന്നു ചെന്നാൽ മനുഷ്യൻ നശിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലങ്ങളാണ് വായനയും എഴുത്തും ശ്രാവ്യ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന നാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എന്നാൽ കാലികവും വർത്തമാന സാഹചര്യങ്ങളിലും ആ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ? ഇപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയുള്ള ദഅവത്ത് അനിവാര്യമാണോ, ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, ആ പ്രബോധനത്തിന്റെ പ്രചാരണത്തിന്റെ മേഖലകളിൽ എങ്ങനെ, എപ്പോൾ, എവിടെ നിന്ന്, ആര്, എന്തിനു പറയണം എന്നിത്യാദി ഘടകങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. സമയബന്ധിതമായി മുഴുവൻ പറയാൻ സമയമില്ലെങ്കിൽ പോലും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമായി കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് പരമമായും പ്രഥമമായും പറയേണ്ടത് എന്താണ്? ഒരാൾ പ്രബോധനം നിർവഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്നിലും നിങ്ങളിലും ബാധ്യതയുണ്ട്. ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് അത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന മൗലവി വെള്ളിയാഴ്ച പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ ദിക്ർ മജ്ലിസിൽ ഒരു നസീഹത്ത് നടത്തിയാൽ മതി, അല്ലെങ്കിൽ മദ്രസയിൽ പ്രാപ്തനായ ഒരാളെ വെക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ബാധ്യത തീർന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് എന്റെയും നിങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയോ, അല്ലെങ്കിൽ അറിയേണ്ടത് എപ്പോഴാണെന്നറിയോ? അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ ഇന്നൊരാളോടൊരു കാര്യം പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞ് 100 പ്രാവശ്യം പറഞ്ഞിട്ടും അയാൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ആയുധമൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ ആ പരിപാടി നിർത്തും. അതെന്തുകൊണ്ടെന്നറിയോ? ഭൗതികമായ റിസൾട്ടാണ് നമ്മൾ പരിശോധിച്ചത്. ആഖിറത്തിന്റെ റിസൾട്ട് പരിശോധിക്കണം. അതിന് വിവരം ആവശ്യമില്ല, വിദ്യാഭ്യാസം ആവശ്യമില്ല, ഖുർആൻ മുഴുവൻ കാണാപ്പാടം പഠിക്കണമെന്നില്ല, ഹദീസ് ഒന്നുപോലും ബൈഹാട്ടാക്കണമെന്നില്ല, ഒരു ജുമാക്ക് പോലും പള്ളിയിൽ പങ്കെടുക്കണമെന്നില്ല. ഒരു വക്ത് നിസ്കരിക്കണമെന്നുണ്ടോ? ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ ഉഹദ് യുദ്ധത്തിന് അദ്ദേഹം പോയി രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് അദ്ദേഹം 5 നേരം നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കുക എന്ന നിർബന്ധമായ കൽപ്പന ഉണ്ടാകുന്നതിന് മുമ്പാണ് സ്വർഗത്തിന്റെ അവകാശിയായി തീർന്നത്. ഇത് നോക്കൂ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തിൽ ചേർക്കുന്നത് തന്നെ ആ നാട്ടുകാരുടെ പേരാണ്. ഗഫാർ എന്ന് പറയുന്നത് കൊള്ളക്കാരുടെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പറ്റം ആളുകളുടെയും നാടാണ്. ആ നാട്ടിൽ നിന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കയിൽ വരികയാണ്. അന്നവിടെ ദുൽബജാസ്, ഉഖാദ പോലെയുള്ള ഒരുപാട് ചന്തകളുണ്ട്. ആ ചന്തകളിൽ വരും.
ആ ചന്തകളിൽ വരുന്ന ആളുകളുടെ ഇടയിൽ പ്രഗത്ഭരായ മക്കാരായ പല ആളുകളും പോയിട്ട് പറയും, ഇതാ കച്ചവടം കഴിഞ്ഞ് വന്ന വഴി തിരിച്ചു പോകണം കേട്ടോ, ഇവിടെ ഒരു ചങ്ങാതിയുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്, ഒരിക്കലും അവന്റെ വലയിൽ കുടുങ്ങരുത്. സ്വാഭാവികമായിട്ടും ബുദ്ധി ആരുടെയും തലച്ചോറ് ആരുടെയും കാൽ കീഴിൽ പണയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരാളോട് അങ്ങനെ ഒരു സംസാരം പറഞ്ഞാൽ എന്താണെന്ന് കേട്ടാലെന്ന് ചിന്തിക്കും. അതാ മനുഷ്യന്റെ അവസ്ഥ. അതാണ് മനുഷ്യൻ. മനനം ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. ഒരാൾ പറഞ്ഞു കൊടുത്ത് അതേപോലെ നടക്കുന്നതിന്റെ പേര് പോത്തുന, നാൽക്കാലി. അല്ലാഹു പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. കാതുണ്ടായിട്ടും കേൾക്കാത്ത, ബുദ്ധിയുണ്ടായിട്ടും ചിന്തിക്കാത്ത, മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്തവർ നാൽക്കാലിയെ പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. സമാധാനിക്കാമായിരുന്നു. അവിടെ അല്ലാഹു നിർത്തിയിരുന്നെങ്കിൽ ബൽഹും അളല്ല്, അതിനേക്കാൾ മോശാന്നാ പറഞ്ഞത്. ചിന്തിക്കണം. ഇവിടെ ആ പ്രാകൃതമായ കാലഘട്ടത്തിൽ ജീവിച്ച അബൂദർ അൽ ഗിഫാരി ഇത് കേട്ടപ്പോ ഒന്ന് ചിന്തിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒന്ന് പോയി കാണണം. അദ്ദേഹത്തെ കാണാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണം. അദ്ദേഹവുമായി സഹവസിക്കാൻ പാടില്ലാത്ത എന്ത് ദുര്യോഗമാണ്, ദുരന്തമാണ്, അതല്ലെങ്കിൽ എന്ത് വ്യതിരക്തതയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് അറിയണം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഇതൊക്കെ പോലെ സലാം പറയാനൊന്നും അന്ന് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നു പരിചയപ്പെട്ടു. നിങ്ങൾ എന്തായി ജനങ്ങളോട് പറയുന്നത്? ഇവരൊക്കെ നിങ്ങൾ വെറുക്കാൻ, നിങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ, നിങ്ങളുമായി ബന്ധപ്പെടാതെ ഇരിക്കാൻ പ്രത്യേകമായ ചില കരുനീക്കങ്ങൾ നടത്തി നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം എന്താ? നിങ്ങൾ എന്താണ് ജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അത് പറഞ്ഞാൽ എന്താ കിട്ടുക? സ്വർഗം കിട്ടും. അദ്ദേഹം അത് ഉറക്കെ പറയുകയാണ്. ചരിത്രത്തിലേക്ക് പോകുന്നില്ല. 3 പ്രാവശ്യമാണത്രേ അദ്ദേഹത്തെ ആ നാട്ടുകാരായ ആളുകൾ നിലംപരിശാക്കി, അടിച്ച് അവശനാക്കി, മൃതപ്രയനാക്കിയിട്ട് മാറ്റിയിട്ടത്. റസൂൽ അത് കണ്ടു. നിസ്സഹായനായി നോക്കി നിൽക്കാനതിൽ കഴിയില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇവിടെയുള്ള വാണിജ്യവും ഒക്കെ കഴിഞ്ഞുവെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അദ്ദേഹം എത്ര ഖുർആൻ ക്ലാസ്സിലാണ് പങ്കെടുത്തത്? എത്ര ഖുത്ബയാണ് കേട്ടത്? ഒന്നും കേട്ടില്ല. ആകെ കേട്ട എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു. തന്റെ ഗോത്രത്തിലേക്ക് പോവുകയാണ്. ഗഫാർ ഗോത്രത്തിൽ പോയിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ വീടുകളിലും നാടുകളിലും ഒക്കെ നടന്നു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാൽ, ഇത് വിശ്വസിച്ചാൽ, ഇത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും കൂട്ടരെ. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു 2 മാസം കൊണ്ട് ആ നാട്ടിലുള്ള ഏകദേശം മുഴുവൻ ആളുകളെയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളാക്കി മാറ്റി. ഞാൻ ഈ പറഞ്ഞത് ഈ പ്രബോധനം നിർവഹിക്കുവാൻ വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പരിശുദ്ധ ഖുർആനിലെ 2-ാം സൂറത്തിലെ 225-ാമത്തെ ആയത്ത് മാത്രം മതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളൊരു ബസ്സിൽ പോകാന്ന് വിചാരിച്ചോ, ആ ബസ്സിൽ പോകുമ്പോൾ തന്റെ അടുത്തിരിക്കുന്ന ഒരാളുണ്ട്, അയാളോടൊന്നും മിണ്ടാതിരുന്ന് ചാവക്കാട് എത്തിയാൽ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോകാം. എവിടുന്നാ പേര്, എന്താ വീട് ഒക്കെ ചോദിച്ചില്ലേ? ആ കൂടുതൽ എന്താ കട വിശ്വാസം? ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന വിശ്വാസക്കാരനാ. എന്നാൽ എന്റെ വിശ്വാസം അതല്ല. എന്റെ വിശ്വാസം ഇതാണ്. എന്തെന്റെ വിശ്വാസം? ഞാൻ വിശ്വസിക്കുന്ന എന്റെ സ്രഷ്ടാവായ അല്ലാഹു എന്ന് പറയുന്നത് ഒരിക്കലും ജനിക്കാത്ത, മരിക്കാത്ത, എന്നൊന്നും നിലനിൽക്കുന്നവരാണ്. ഈ ഒരൊറ്റ പോയിന്റ് പറഞ്ഞു കൊടുക്കാം. ബുദ്ധിയുള്ളവനാണ്. ഇപ്പൊ ചിന്തിക്കും, ഓ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഏതിനെയാ? ഏതെങ്കിലും ഒന്നിനെ ആയിരിക്കാം. അത് ജനിച്ചതാവാം, അല്ലെങ്കിൽ ഏതോ കാലത്ത് മരിച്ചതാവാം, അല്ലെങ്കിൽ ഇപ്പൊ ജീവനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മരിക്കേണ്ടതാവാം. ഇവിടെയാണ് ശരിയായ രൂപത്തിൽ നാം ചിന്തിക്കുമ്പോ നമ്മുടെ പ്രബോധനം എത്ര ചെറിയ വാക്കുകൾ കൊണ്ട് അവസാനിച്ചു. അതിന് പോലും വായില നാം ഉപയോഗപ്പെടുത്താത്ത ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ ഹീന യുബ്അസു ലൽ യമൻ. യമനിലേക്കോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു ഖലീഫയായിട്ട്, ദൂതനായിട്ട്, ദൗത്യവാഹകനായിട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക
സതഅതി ഖൗമുൻ അഹ്ലുൽ കിതാബ്, നീ പോകുന്നത് അഹ്ലു കിതാബുകാരുടെ അടുക്കലേക്കാണ്. ഫഇദാ ജിഅ്തും ഫദ്ഉഹും അൻ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റൊന്നുമില്ല എന്ന് പറയാനാണ്. എന്തൊരു എളുപ്പമാണ് അല്ലേ? ഇല്ല, കലിമയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ശരിയായ രൂപത്തിൽ കണ്ണിൽ നിന്ന് വെളിച്ചം കിട്ടുന്ന രൂപത്തിലാണ്. തുടക്കത്തിൽ അറബി ഭാഷ അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും ലാ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇല്ല? നോ. ഇലാഹ്, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ഒരു ദൈവവുമില്ല. ഇല്ല അല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇത് ശരിയായ രൂപത്തിൽ തറഞ്ഞങ്ങ് നിന്നാണ്ടല്ലോ ആ മനസ്സിൽ നിന്നത് കഷ്ണം കഷ്ണമായി ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ ചെത്തിയെടുത്താൽ പോലും മനസ്സിന്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ആ ഒരു ആദർശം പിഴുതെറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൂർവ്വസൂരികളായ ആളുകൾ പറഞ്ഞത്, ഈ ആദർശം എങ്ങാനും മനസ്സിൽ കയറിയാൽ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളത്. ആ ആദർശത്തെ തോൽപ്പിക്കാൻ കഴിയില്ല, ആളെ കൊല്ലാൻ കഴിയും. അതുകൊണ്ട് ആദ്യമായിട്ട് നീ ഇത് പറയണം. നോക്കൂ, താരിഖ് ഇബ്നു അബ്ദുല്ല എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്ന് വേദന ചരിത്രങ്ങളെ കാണാൻ പറ്റും. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറതൻ ഔ മർറതൈൻ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യമോ അതല്ല 1 പ്രാവശ്യമോ കണ്ടിട്ടുണ്ട്. റഅയ്തുഹു ബിസൂഖി ദിൽ മജാസ്, അദ്ദേഹത്തെ ഞാൻ 1 പ്രാവശ്യം കണ്ടത് ദുൽ മജാസ് എന്ന ചന്തയിൽ വെച്ചാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞേ വഖാല ദുൽ മജാസ്, ഇങ്ങനെ പറയുന്ന ചന്തകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതാണ്. അവനവന്റെ ഉപജീവന മാർഗത്തിനുള്ള വസ്തുക്കൾ തേടിയെടുക്കുന്നത് അവിടുന്നാണ്. തന്റെ സാധനങ്ങൾ വിൽക്കുന്നത് അവിടെയാണ്. ഉപജീവനത്തിന്റെ പ്രധാനമായ മേഖല അവിടെ ആയതുകൊണ്ട് ആളുകൾ കൂടും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കാലിലും ഞെരിയാടുകളിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. വഹു അലാ ദാബത്തിൻ, അദ്ദേഹം ഒരു യാത്ര ചെയ്യാനുള്ള മൃഗത്തിന്റെ മുകളിലാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ ഏറുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ മൃഗത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പ്രവാചകന്റെ കാലിൽ കൂടി ഒലിച്ചിറങ്ങിയിട്ട് കാലിൽ കൂടി ഇറങ്ങിയ ആ രക്തം നിലത്തിങ്ങനെ ഇറ്റിവീഴുന്ന രൂപത്തിലാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. എന്താ റസൂലുള്ളാഹിന്റെ വായിൽ വരുന്നതറിയോ? യാ അയ്യുഹന്നാസ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, വിജയിക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറുകൊണ്ടത്, എന്തിനാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപങ്ങൾക്ക് വിധേയമായത് എന്ന് പരിശോധിക്കണം. ആദ്യമായി ഇത് പറഞ്ഞത് കൊണ്ടാ. അപ്പോൾ പ്രബോധനം നിർവഹിക്കുന്ന ഒരാൾക്ക് ആദ്യമായി കിട്ടുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു പക്ഷേ പച്ച വിരിച്ച പരവതാനിയിൽ കൂടി നടക്കാൻ കഴിയില്ല എന്നർത്ഥം. അതേപോലെ ലമാ നസലത്ത് ഹാദിഹിൽ ആയ ഫഅൻദിർ അശീറതകൽ അഖറബീൻ, സൂറത്തുൽ ശുഅറാ. ഖുർആൻ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ശുഅറാ. അതിലെ 214-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ കിട്ടിയ വഹ്യ് സ്വന്തം വീട്ടിൽ വെച്ച് ഭാര്യയോട്, തന്റെ കൂടെ ജീവിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബിനോട്, അബൂബക്കർ സിദ്ദീഖിനോട് എന്ന് തുടങ്ങിയ 7 പേരോട് മാത്രമാണ് പറഞ്ഞിരുന്നത്. അവരൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. പ്രവാചകന് പിന്നീട് ഇറങ്ങുന്ന ആയത്ത് ഇതാണ്, ഈ ശുഅറായിലെ 214-ാമത്തെ ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളായ ആളുകളെ ഈ വിവരം അറിയിക്കണം, താക്കീത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ, അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു. ഹത്താ സഅദ സഫാ എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറുന്നത് വരെ. എന്നിട്ട് അവിടെയുള്ള ഓരോ കുടുംബത്തെയും, അമ്മായിമാരെ, എളാപ്പമാരെ, മൂത്താപ്പമാരെ ഒക്കെ പ്രത്യേകം വിളിച്ചു വരുത്തി. അതിന്റെ മുകളിൽ കയറി ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അലർട്ടായിരുന്നു അത്. അതുകൊണ്ട് അവരൊക്കെ ഓടി അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, എന്താ വിശ്വസിക്കാറ്? 40 കൊല്ലം ഞങ്ങളുടെ ഉള്ളം കയ്യിൽ അൽ അമീനായി നടന്നിരുന്ന നീ നാവെടുത്ത് വളച്ച് ഇതുവരെ നുണയും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം, നീ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കും. അദ്ദേഹം പറഞ്ഞു, ഫഇന്നി
നദീറുൻ ലക്കും ബൈന യദൈ അദാബുൻ ശദീദ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ദേവി ദേവന്മാർ, നമ്മൾ ആചരിക്കുന്ന ലാത്തയും മനാതയും വനാത്ത് അതുപോലെ ഹെബലും തുടങ്ങിയതൊന്നും ദൈവമല്ല. ദൈവം അല്ലാഹു മാത്രമാണ്. പടച്ചോൻ അല്ലാഹു മാത്രമാണ്. സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ്. സംരക്ഷകൻ അല്ലാഹു മാത്രമാണ്. അവനെ വിട്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നാം അനുഷ്ഠിച്ചാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ശക്തമായ രൂപത്തിലുള്ള ശിക്ഷയുണ്ടാകുമെന്ന് ഇതാ ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. സൂചി വീണാൽ ശബ്ദമുണ്ടാകുന്ന അത്രയും നിശബ്ദമായ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സ്വന്തം ബാപ്പാന്റെ അനുജൻ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക്, നശിച്ചു പോട്ടെ നീ. ഇത് പറയാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ പാടെ വിളിച്ചു കൂട്ടിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹം അത് പറഞ്ഞ് അവിടുന്ന് ആക്ഷേപിച്ച് തുപ്പി ഇറങ്ങിപ്പോയതിന്റെ മിനിറ്റുകൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലഹബ് ഇറക്കുകയുണ്ടായി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. ഖുർആൻ പഠിച്ച ദീൻ പഠിച്ച ആളുകൾ പറയാ, ഇസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എങ്കിൽ, ഇസ്ലാം 16 നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് എങ്കിൽ, അന്ന് അബൂലഹബിന് ഒന്ന് ഇസ്ലാമായിട്ട് പുറത്തേക്ക് പോയാൽ തന്നെ ഈ ഖുർആൻ തോട്ടിലേക്ക് വലിച്ചെറിയാമായിരുന്നു. കാരണം തന്നെ ശപിച്ച വചനങ്ങൾ ഖുർആനിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതാ മുസ്ലിം ആയിട്ടുണ്ട്, ഇനി ആ ശാപത്തിന്റെ അവിടെ നിലനിൽപ്പില്ല, അത് നെസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയാമായിരുന്നു. ഇല്ല, ലോകത്തിന്റെ അന്ത്യം വരെയും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറഞ്ഞെന്താ, തബ്ബത് യദാ അബൂലഹബിൻ, അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. ആ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നു അത്രേ, കണ്ണ് നീല നിറമുള്ള ആളായിരുന്നു അത്രേ, സമ്പൽ സമൃദ്ധി എമ്പാടും ഉണ്ടായിരുന്ന ആളായിരുന്നു അത്രേ. അയാൾ തന്റെ മക്കളെ മുഴുവൻ കച്ചവടത്തിന് പറഞ്ഞയച്ചു. ആ കച്ചവടം മുഴുവൻ തൊലഞ്ഞു. അവസാനം ഒരു മകന്റെ അടുക്കൽ ഉള്ളത് മുഴുവൻ. അപ്പോഴത്തേക്ക് അദ്ദേഹം രോഗബാധിതനായി ശരീരത്തിന്റെ പല ഭാഗങ്ങളും നടന്നു പോകുമ്പോ മസിലുകൾ, മനുഷ്യന്റെ ശരീരത്തിലുള്ള മസിലുകൾ നടക്കുമ്പോൾ ഇളകിയാൽ ആ ഇളക്കത്തിൽ നിന്ന് അബൂലഹബിന്റെ മാംസം താഴേക്ക് വീഴും. ഒരു കൂട്ടം പുഴുക്കളാണ് പിന്നെ ആ മാംസ ശരീരത്തിൽ നിന്ന് പുറത്തു വരിക. ദുർഗന്ധം വമിച്ച ആ മേഖലയിൽ കൂടി വഴിയാത്ര നടക്കാൻ പോലും ആൾക്കാർ അറയ്ക്കുകയും മടിക്കുകയും ചെയ്യും. അങ്ങനത്തെ രോഗം അദ്ദേഹത്തിന് വന്നു മൂടി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ. അവസാനം ഉള്ള മുഴുവൻ സമ്പത്തുമായിട്ട് മകനെ കച്ചവടത്തിന് പറഞ്ഞയച്ചപ്പോ സമ്പത്തും മകനും അടങ്ങുന്ന ഒന്നായിട്ടൊരു സിംഹം വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ നാമാവശേഷമാക്കുക എന്ന് പറഞ്ഞത് ഖുർആനിൽ അവന്റെ നാമം ഉണ്ട് എന്നത് ഒഴിവാക്കിയാൽ മറ്റൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ കൂടി ഖുർആൻ ആയത്ത് ഇറങ്ങിയിട്ട് ആ പദങ്ങൾ ഉണ്ടായി. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഇത് പറഞ്ഞു, അബൂലഹബ് ഇത് പറഞ്ഞു പോയ ഉടനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ശപിച്ചുകൊണ്ട് ഖുർആനിൽ ഈ ആയത്ത് സൂറത്തിറങ്ങിയത് എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നു പോയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങിയപ്പോ ആ 7 ആളുകൾ പിന്നെ 70 ആളുകളായി മാറി. ബദറിലെത്തിയപ്പോൾ 313 ആളുകളായി മാറി. വഹദിലെത്തിയപ്പോൾ 1000-ഓളമായി മാറി. ഇന്ന് ലോകത്ത് മുഴുവൻ ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? മയപ്പെടുത്താതെ, മിനുസപ്പെടുത്താതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ടാണ്. ആ ബാധ്യത വളരെ കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായ സൂറത്ത് മാഇദയിലെ 67-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിൽ നിന്ന് അവതീർണമായി കിട്ടിയത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് അത് മാനവരാശിക്ക് എത്തിച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരോട് ചോദിച്ചു, സാക്ഷിയാക്കിയിട്ട് നിങ്ങൾക്കിത് പൂർണ്ണമായി ഞാൻ അവതരിപ്പിച്ചു തന്നില്ലേ? ഈ ഖുർആനിലെ 5-ാം അധ്യായ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ കൂടി തന്നെ ഈ ഇസ്ലാം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി ഇതിൽ ആര് എന്ത് പ്രവർത്തിക്കണം, ആര് വിളിച്ചു തേടണം, ആര് ഏത് രൂപത്തിൽ വ്യക്തിപരമായി ജീവിക്കണം എന്നൊക്കെ കൃത്യമായി കണിശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്യൂനമായി ഇതാ ഈ ആദർശം നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ച ഈ ആദർശം നിങ്ങൾ ജനങ്ങളിലേക്ക് തബ്ലീഗ് ചെയ്യുക. അതിനാണ് തബ്ലീഗ് എന്ന് പറയാ, എത്തിച്ചു കൊടുക്കുക. അതൊരു പറ്റം ആൾക്കാരുടെ പേരല്ല, ഒരു കൂട്ടത്തിന്റെ പേരില്ല. ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്ന നടത്തേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റും, ബല്ലിഗു അന്നി വലൗ ബി ആയ. നിങ്ങൾ ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ.
ഞാൻ നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ഇങ്ങനെ ചോദിക്കണം, കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ മരുമക്കൾക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശത്തോട് നീതി പുലർത്താൻ നമുക്ക് കഴിയുന്നു എന്ന് ആശ്വസിക്കാം. ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ടവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇല്ലായിരുന്നെങ്കിലോ അതിന്റെ കുറ്റക്കാരായി നമ്മൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യഅസിമുക മിനന്നാസ്. ഇത് പ്രബോധനം ചെയ്യുന്നു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നിങ്ങളെ ജനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി അൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. പ്രബോധനം നിർവഹിക്കുവാൻ ആഴ്ചയിലൊക്കെ ഓതുന്ന നമ്മൾ ആയത്തിലുണ്ടാവും, ഫഅൻദിർ ഇന്നമാ ഫഅൻദിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീന. നിങ്ങൾ താക്കീത് ചെയ്യുക, ആ താക്കീത് മുത്തഖീകളായ ആൾക്ക് മാത്രമാണ് ബലപ്പെടുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ താക്കീത് ചെയ്യുക, അധികാരം ചെലുത്തേണ്ടവരില്ല. മറിച്ച് ആ താക്കീത് ചെയ്യാൻ പോലും വിസ്മരിക്കാതെ, പ്രയാസപ്പെടാതെ, ബുദ്ധിമുട്ടാതെ നിർവഹിക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 68-ാം അധ്യായം സൂറത്തുൽ ഖലമിൽ പറയുന്ന 3 കാര്യങ്ങൾ കൂടി കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു പറയാ, ഇന്ന റബ്ബക ഹുവ അഅലം ബിമൻ ളല്ല അൻ സബീലിഹി. അല്ലാഹുവിന്റെ സബീലിൽ നിന്ന്, ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളെ ആരൊക്കെയാണ് എന്ന് അല്ലാഹുവിനറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സന്മാർഗം പ്രാപിക്കുന്നവരെയും അല്ലാഹുവിനറിയാം. ഫലാ തുതിൽ മുകദ്ദിബീൻ. വ്യാജം പറയുന്നവരെ, കളവ് പറയുന്നവരെ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ അനുസരിക്കരുത്. വദ്ദു, അവരാഗ്രഹിക്കുന്നുണ്ട് എന്തിന്? ഒന്ന് മയപ്പെടുത്തുവാൻ. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂന. നിങ്ങളൊന്ന് മയപ്പെടുത്തിയാൽ അവർക്കും ഒന്ന് മയപ്പെടുത്തി സംസാരിക്കാം. എന്താ മയപ്പെടുത്തേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവിടെ പ്രബോധനം ചെയ്യാതിരിക്കുക. എളാപ്പാനോട് പോലും വന്നിട്ട് അവർ പറയുകയുണ്ടായി, മോനെ ഇതൊന്ന് മയപ്പെടുത്ത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പാനോട് പറഞ്ഞു, എളാപ്പ മരിക്കാൻ കിടക്കുക. തന്റെ ജ്യേഷ്ഠന്റെ മകനോട് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, അലിവോടുകൂടി, ആർദ്രതയോടുകൂടി മോനോട് പറയണം, മോനെ ഇതൊന്നും മെല്ലെ സോഫ്റ്റ് ആക്ക്, ഷാർപ്പ് ആകരുതേ. ഷാർപ്പായ എല്ലാവർക്കും പ്രയാസമാണ്. ആർക്കാ പ്രയാസം? അള്ളാഹ്ക്ക് പ്രയാസമില്ല, ദീനിലുള്ളൊരു പ്രയാസമില്ല. പിന്നെ ആരെങ്കിലും പ്രയാസപ്പെടുന്നതിന് നമ്മൾ എന്തിനാ വെറുതെ പ്രയാസപ്പെടുന്നത്? കാരണം അത് തുടക്കം തന്നെ ഷാർപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആർക്കാ ബേജാറില്ലാത്തത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞപ്പോഴാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആൾക്കാർ മുഴുവൻ വന്നിട്ട് പറഞ്ഞത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ ചങ്ങാതി എല്ലാ ദൈവങ്ങളും എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റൊന്ന് മാത്രം മതി എന്നാണോ പറയുന്നത്? അതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ മയപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല രൂപത്തിൽ നിർവഹിക്കാം എന്ന് ആഗ്രഹിക്കുകയും അതിനെ മിനുസപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ ആ ആദർശം ഉൾക്കൊള്ളുന്നവർക്കോ സ്വീകരിക്കാൻ പറ്റിയ നയം അല്ല. അത് വളരെ കൃത്യമായി വ്യക്തമായി പ്രബോധനം നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൗതികമായ ലാഭങ്ങളെക്കാൾ ഉപരി നാളെ പാരത്രികമായ ലാഭങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ മുവഹിദുകളായി ജീവിച്ചു വരികയാണ് തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. فأقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം നിർവഹിക്കുക എന്നുള്ളത് ബാധ്യതയാണ് എന്നതോടൊപ്പം തന്നെ അത് നിർവഹിച്ചാൽ ഭൗതികമായി ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു മുസ്ലിമായി മാറുക. അതോടൊപ്പം തന്നെ നാളെ പാരത്രികമായ ലോകത്ത് എന്താണ് ലഭ്യമാകുക എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ആ മേഖല തനിക്കും അന്യമല്ല, ഞാനും നിർവഹിക്കേണ്ടവരാണ് എന്ന ബോധ്യമുണ്ടാകുക. അത് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭവം സഹൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായി കാണാൻ പറ്റും. ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നീ കാരണമായി ഏതെങ്കിലും ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ഖൈറുൻ ലക മിൻ ഖുമരിൻ നഅം, ചുവന്ന ഒട്ടകക്കൂമ്പാരങ്ങളെക്കാൾ കൂടുതൽ അതായിരിക്കും നിനക്ക് ഗുണകരമായിട്ടുള്ളത്. മറ്റൊരു റിവായത്തിലുള്ളത് ഔ ഖൈറുൻ ലക മിനദ് ദുനിയാ മാ ഫീഹാ, ഈ ഐഹികമായ ലോകത്തുള്ളതിനേക്കാളും അതിനപ്പുറമുള്ളതിനേക്കാളും ഒക്കെ നിനക്ക് ലഭ്യമാകുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടതും ഇത് തന്നെയാണ്. നമ്മൾ കാരണം നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കുകയും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും തിരിച്ചറിഞ്ഞ് അതൊക്കെ വലിച്ചെറിഞ്ഞ് കറകളഞ്ഞ് മുവഹിദായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അത് വഴി കിട്ടുന്ന വലിയ പ്രതിഫലമാണ് നാളെ പാരത്രികമായ ലോകത്തുണ്ടാവുക. അതാണ് ഒരു മുവഹിദിന്റെ ഏറ്റവും വലിയ സമ്മാനവും. മാത്രവുമല്ല, ഞാനും നിങ്ങളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ്, ജീവിതത്തിനിടയിൽ എന്ത് കഷ്ടവും പ്രയാസവും ദുരിതവും ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് അവനവന്റെ നാവുകൊണ്ട് വേറെ ആൾ പറഞ്ഞു തരാൻ വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കാനുള്ളൊരു ആഗ്രഹം, ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയോ ആ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാതെ മരിക്കുന്ന സമയത്ത് എല്ലാവിധ വിഷമങ്ങളും ഒരുമിച്ച് വന്ന് പിശാചാണെങ്കിൽ അവന്റെ സംഹാര താണ്ഡവമാടാൻ കിട്ടിയ ഒരു അസുലഭമായ മുഹൂർത്തം ഉപയോഗിക്കുമ്പോൾ ആ മരണക്കിടക്കയിൽ, മരണവക്രത്തിൽ, സക്കറാത്തുൽ ഹാലിൽ, ഖമറാത്തുൽ ഹാലിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അത്യപാരമായ ഔദാര്യം തന്നെയാണ്. അതുകൂടി കിട്ടാൻ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാര്യകാരണത്തോടു കൂടി തന്നെ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാവുമെങ്കിൽ മുവഹിദുകളായി ജീവിക്കുവാനും മുവഹിദുകളായി മരിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളുടെ ബാധ്യതയാണ് അത് എന്നുകൂടി തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മാനുഷികമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാനും ആ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും ഖുശൂഉം തഖ്വയുമുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.